നമസ്കാരം. Renjit'S ഇംഗ്ലീഷിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. HSA ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട നമ്മുടെ ക്ലാസ് ഉണ്ട്. ഈ ക്ലാസ്സിൽ നമ്മൾ വിശകലനം ചെയ്യാൻ പോകുന്നത് ടിന്റൺ അബി എന്ന് പറയുന്ന വേർഡ്സ്വർത്തിന്റെ ഫേമസ് പോയവുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. നോക്കുക. Of what does the speaker refer to themselves as a worshipper in the final section? ഏതാണ്? നേച്ചർ. നേച്ചറിന്റെ വർഷിപ്പർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നേച്ചർ. Then, which of the following personifications is not used to describe the nature at the end of the fourth section? അപ്പോൾ അതേതായിരിക്കും? ദ ഗോഡസ്. ഫോർത്ത് സെക്ഷനിൽ പറയുന്നത് എന്താണ്? ദ നേച്ചർ ടു ഹിം ആസ് നേഴ്സ്, ദ ഗാർഡിയൻ ഓഫ് മൈ ഹാർട്ട്, ദ ഗേറ്റ്. ഇത്രയും പറയുന്നുണ്ട്. എന്നാൽ പറയാത്തത് ദ ഗോഡസ് എന്ന്. ഇതാണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ റിവർ മെൻഷൻ ഇൻ ദ പോയം? ഏതാണ്? ഏത് പോയത്തെയാണ്, ഏത് റിവറിനെയാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്? ഏത് റിവറിനെയാണ്? ദ റിവർ വൈൻ. ഇതിനെയാണ്. ഓക്കെ, ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം. വാട്ട് ടൈപ്പ് ഓഫ് മീറ്റർ ഡസ് ദ പോയറ്റ് യൂസ്? ഏതാണ്? അയാംബിക്, പെൻഡാമീറ്റർ. ഓക്കെ, അയാംബിക്, പെൻഡാമീറ്റർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഡസ് ദ സ്പീക്കർ ഡിസ്ക്രൈബ് എ ഡ്വെല്ലിംഗ് പ്ലേസ് for all sweet sounds and harmonies? എന്ന് പറയുന്നത് ഏതിനെയാണ്? എന്തിനെയാണ്? ദ മെമ്മറി. ഓക്കെ, ദ മെമ്മറി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഡസ് ദ സ്പീക്കർ ഇമാജിൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ സ്മോക്ക് റൈസിംഗ് അബോവ് ദ ട്രീസ്? ഏതാണ്? എ ഹെർമിറ്റ്. ഓക്കെ, എ ഹെർമിറ്റ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. To which animal does the speaker liken the youthful version of themselves? ഏതാണ്? എ റോയ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ ലോങ് ഹാസ് ഇറ്റ് ബീൻ സിൻസ് ദ ലാസ്റ്റ് ടൈം ദ സ്പീക്കർ ടൂർഡ് ദ റിവർ? 5 years. Okay, 5 years. Next question. What word does the speaker first use to refer to his family member? എന്താണ്? ഫ്രണ്ട്. നെക്സ്റ്റ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ നോട്ടബിൾ അഡ്ജക്റ്റീവ് യൂസ് ടു ഡിസ്ക്രൈബ് ദ റിവർ? ഏതാണ്? സിൽവൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് സോർട്ട് ഓഫ് വേർഡ്സ് ഈസ് ദ പോയം റിട്ടൺ ഇൻ? ഏതാണ്? ബ്ലാങ്ക് വേർഡ്സിലാണ്. അൺറൈംഡ് അയാംബിക് പെൻഡാമീറ്ററിലാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, സോ ബ്ലാങ്ക് വേർഡ്സ്. ദെൻ which family member does the speaker address in the 5th section of the poem? Sister. Okay, sister. When Wordsworth writes, therefore let the moon shine on thee in thy solitary walk, he is referring to his sister. Then, when Wordsworth visited Tintern Abbey, the site was a long abandoned ruin. Okay. Next question. Which are the main themes of Tintern Abbey? Tintern Abbey എന്ന് പറയുന്ന ആ പോയത്തിന്റെ മെയിൻ തീംസ് എന്തൊക്കെയാണ്? മെമ്മറിയും നേച്ചർ വർഷിപ്പുമാണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മെമ്മറി ആൻഡ് നേച്ചർ വർഷിപ്പ്. Next question. What caused Wordsworth to perform little nameless unremembered acts of kindness and love? ഏതാണ്? His first visit to the Abbey. Okay, that's the correct answer. Next question. At the beginning of the poem, what does Wordsworth describe in detail? ഏതാണ്? The land near the Abbey. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതിലേതെങ്കിലുമൊക്കെ കാര്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാം.
അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായി ഞാൻ കരുതുന്നു. അങ്ങനെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായി എൻ്റെ ക്ലാസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.